ഹായ് കൂട്ടുകാരെ. ഹായ്. ഇന്ന് എന്റെ കൂടെ കഥ കേൾക്കാൻ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് നൈനേട്ടൻ. നിങ്ങളെ പോലെ തന്നെ കഥ കേൾക്കാൻ എന്റെ മടി കയറി ഇരിക്കുവാണേ. അപ്പൊ നമുക്ക് ഇന്നൊരു വേറൊരു കഥയിലേക്ക് പോവാം. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു സിംഹവും ഒരു കുഞ്ഞു നെലിയും താമസിച്ചിട്ടുണ്ടായിരുന്നു. ആരാ താമസിച്ച? ഒരു എലിയും ഒരു സിംഹവും. ഒരു ദിവസം ഒരു മരച്ചോട്ടിൽ കിടന്ന് സിംഹം നല്ല ഉറക്കമായിരുന്നു. അതേ മരത്തിന്റെ പൊത്തിലാണ് നമ്മുടെ കുഞ്ഞനെലി താമസിക്കുന്നത്. അവൻ അവിടെയും ഇവിടെയും ഓടി നടന്ന് തുള്ളിക്കളിച്ച് നടക്കുകയായിരുന്നു. അതാ മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് അവൻ. ഇങ്ങോട്ടാ കയറണേ? മരത്തിന്റെ മുകളിലേക്ക് കയറുവാണ്. മരത്തിന്റെ മുകളിൽ എത്തിയതും അവന്റെ കൈ വിട്ടുപോയ ചുണ്ടനെലി വന്ന് പതിച്ചത് സിംഹത്തിന്റെ മുഖത്താണ്. സിംഹമാണെങ്കിലോ നല്ല ഉറക്കത്തിലായിരുന്ന സിംഹം ഞെട്ടി എഴുന്നേറ്റ് നോക്കിയ സിംഹം ഒറ്റപ്പിടിക്ക് കുഞ്ഞനെലിയെ തന്റെ കൈക്കുള്ളിലാക്കി. എവിടെ ആക്കി? കൈക്കുള്ളിലാക്കി. തിന്നാനൊരുങ്ങിയ സിംഹത്തിനോട് കുഞ്ഞനെലി അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ വെറുതെ വിടണേ മഹാരാജാവേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ അറിയാതെ അങ്ങയുടെ മേത്തുവിക്ക് വീണതാണ്, എന്നെ ഇത്തവണ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു. അവന്റെ പറച്ചിൽ കേട്ട സിംഹത്തിന് ചിരിയാണ് വന്നത്. വീണ്ടും ചുണ്ടനെലി അവനോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു, നാളെ ഒരു കാലത്ത് എന്തെങ്കിലും അങ്ങയ്ക്ക് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അത് ചെയ്യണമെങ്കിൽ എന്നെ ഇപ്പോൾ വെറുതെ വിടണം. എന്താ പറഞ്ഞേ? നാളെ എന്തെങ്കിലും അപകടം പറ്റിയാൽ സിംഹന്റെ വെറുതെ വിടൂ. അല്ല, നാളെ ഒരു കാലത്ത് എപ്പോഴെങ്കിലും സിംഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാനാവും എന്നാണ് ചുണ്ടനെലി പറഞ്ഞത്. അത് കേട്ട സിംഹത്തിന് ഒരു രസം തോന്നി. അവന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല എങ്കിലും സിംഹം അവനെ വെറുതെ വിടാൻ തീരുമാനിച്ചു. സിംഹം പറഞ്ഞു, ശരി, ഇത്തവണത്തേക്ക് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോ ഇത്തവണ നിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് സിംഹം പറഞ്ഞു. ചുണ്ടനെലി ഓടി പോവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സിംഹത്തിന് കുറച്ച് വേടന്മാർ തന്റെ വലയ്ക്കുള്ളിലാക്കി. എങ്ങോട്ടാക്കി? വേടന്മാർ വിരിച്ച വലയുടെ അകത്ത് ആര് പെട്ടു? സിംഹം പെട്ടു. ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിട്ട് സിംഹത്തിന് ഒരു വഴിയും കിട്ടിയില്ല. ആ വലയാണെങ്കിൽ പൊട്ടിച്ചു പോവാനും പറ്റുന്നില്ല. സിംഹമാകെ കൂടി വിഷമിച്ചിരിക്കുമ്പോ എന്നുള്ളൊരു സൗണ്ട് കേട്ടോ. എന്നാ സൗണ്ട് കേട്ടോ? സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ആര് നോക്കി? നോക്കിയത്? സിംഹം നോക്കി. അപ്പോഴതാ നമ്മുടെ കുഞ്ഞനെലി അവൻ എന്താ ചെയ്യുന്നേ? കടിച്ച് വല മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിംഹത്തിന് ആ എലിയെ പെട്ടെന്ന് മനസ്സിലായി. താൻ അന്ന് വെറുതെ വിട്ട എലിയാണ് തന്നെ ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത്. തനിക്കൊരു ആപത്ത് വന്നപ്പോൾ സഹായിച്ചത് ആ ചുണ്ടനെലിയാണ്. ആരെ സഹായിച്ചത്? ചുണ്ടനെലിയാണ് സഹായിച്ചത്. അപ്പൊ സിംഹത്തിന് അപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി സിംഹത്തിന്? അല്ലല്ലോ, വലിപ്പത്തിലൊന്നും ഒരു കാര്യവുമില്ല. ഇത്തിരി കുഞ്ഞനെലിയാണ് സിംഹരാജാവായ തന്നെ
രാജാവിനെ രക്ഷിച്ചത്? എത്തിച്ചേരാൻ കൂട്ടുകാർക്ക് കഥ ഇഷ്ടായോ? കുഞ്ഞിന് ഇഷ്ടായോ കഥ? ആ ഇഷ്ടായി. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ കഥ ഇഷ്ടായെങ്കില് കൂട്ടുകാർ എന്ത് ചെയ്യണം? കഥ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണം. ആ ഒന്ന് പറ. ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ഷെയർ ചെയ്ത് കൊടുക്കണം, പേര് കൊടുക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതില് ബി ബട്ടൺ ഉണ്ട്, അവിടെ ഞെക്കിയ എല്ലാം അവിടെ അറിയാൻ പറ്റും. ചെറിയൊരു ബെൽ ബട്ടൺ ഉണ്ട്. ബെൽ ബട്ടണില് ഞെക്കിയാൽ ഞങ്ങൾ പറയുന്ന കഥകളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വേഗം വേഗം എത്തും. അപ്പൊ എല്ലാവരും പാല് കുടിച്ചു ആ പാലൊക്കെ കുടിച്ച് അതൊരു നല്ല ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കണേ. ബൈ ബൈ. ബൈ ബൈ.